ടി.വി.കെ. സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് ആണ്. രാവിലെ 10-ന് ധനമന്ത്രി മാരി വിൽസൺ ബജറ്റ് അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ടി.വി.കെ. നൽകിയ പ്രധാന വാഗ്ദാനങ്ങളൊക്കെ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഓരോ കുടുംബങ്ങൾക്കും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി അടക്കമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഉദയനിധി സഭയിലെത്തുന്നതോടെയുള്ള ബഹളങ്ങളുമൊക്കെ ഇന്നുണ്ടാവും അല്ലേ? ഇന്ന് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ അല്പസമയത്തിന് മുൻപ് സഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ആണ് അദ്ദേഹം സഭയിലേക്ക് എത്തിയത്. ഇന്ന് സഭ പ്രക്ഷുബ്ധമാകും എന്നൊക്കെ ചില DMK നേതാക്കൾ MLA-മാർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ബജറ്റ് സമ്മേളനത്തിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഏതായാലും ഉദയനിധി സ്റ്റാലിൻ എത്തിയപ്പോൾ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ മുദ്രാവാക്യ വിളികളോ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലേതായാലും അല്പസമയത്തിനകം തന്നെ 10 മണിക്ക് തന്നെ ഈ ബജറ്റ് സമ്മേളനം ആരംഭിക്കും. ഏറ്റവും പ്രധാനം, നേരത്തെ മുത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ജനപ്രിയ വാഗ്ദാനങ്ങളിൽ എന്തൊക്കെ പാലിക്കും സർക്കാർ, എന്തൊക്കെ പ്രഖ്യാപിക്കും ബജറ്റിൽ എന്നുള്ളതാണ്. അതിൽ സൗജന്യ യാത്രയുണ്ട് സ്ത്രീകൾക്ക്. അതുപോലെ നിലവിൽ തന്നെ ചില ബസ്സുകളിൽ സൗജന്യ യാത്ര തമിഴ്നാട്ടിലുണ്ട്. എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര, 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം, പ്രതിമാസ വേതനം സ്ത്രീകൾക്ക് നൽകുന്ന ആ തുക വർദ്ധിപ്പിക്കൽ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇതിലേതൊക്കെ ഈ ബജറ്റിൽ ഇടം പിടിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് എത്തി അല്പസമയത്തിനകം തന്നെ സഭ ആരംഭിക്കുകയും ചെയ്യും.